ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ഡ്രാമ ടെലർ. ജെയ്സൺ ബോക്സുവിനെ ഷൂട്ടിന് വേണ്ടിയിട്ട് റെഡിയാക്കുവാണ്. ഷെൻഷൻ ഫയൽ നോക്കിയിട്ട് നിന്റെ കൂടെ ആക്ട് ചെയ്യാൻ പോകുന്ന ആക്ട്രസ് ഇന്റർനാഷണൽ അവാർഡൊക്കെ വാങ്ങിയിട്ടുണ്ട് അഭിനയത്തിന് വേണ്ടിയിട്ട്. അവർ ഇങ്ങോട്ടേക്ക് എത്താൻ കുറച്ച് ലേറ്റ് ആവുമെന്നാ പറഞ്ഞത് എന്ന് പറയുന്നു. കുറച്ച് ടൈം കഴിയുമ്പോൾ ആക്ട്രസ് മേക്കപ്പ് ചെയ്യാൻ വേണ്ടി അങ്ങോട്ടേക്ക് വരുന്നു. നല്ല സ്റ്റൈലായിട്ട് തന്നെ ആക്ട്രസ് നടന്നു വരുന്നുണ്ട്. കൂളിംഗ് ഗ്ലാസ് അഴിച്ചു കഴിയുമ്പോഴാണ് അവർക്കെല്ലാം മനസ്സിലാവുന്നത് ഓൾറെഡി ബോക്സുവിനോട് മോശമായിട്ട് പെരുമാറിയിട്ട് റൂമേഴ്സ് ഒക്കെ വന്ന ആക്ട്രസ് ആണതെന്ന്. ജെയ്സൺ ആക്ട്രസിനെ നോക്കിയിട്ട് വെൻവനല്ലേ എന്ന് ഷോക്കായി ചോദിക്കുന്നു. ഷെൻഷൻ നോക്കുന്നത് ബോക്സുവിനെയാണ്. അവന് നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ട്. ആക്ട്രസ് കാരണം ഒരുപാട് പ്രശ്നങ്ങളാണ് അവന് ഉണ്ടായിട്ടുള്ളത്. ആക്ട്രസ് ആണെങ്കിൽ വന്നിരുന്ന പാടെ ബോക്സു ഇപ്പൊ ഒരുപാട് താഴെയാണ്, ഞാനിപ്പോ നല്ല ഹൈ ലെവലിലാണുള്ളത് എന്നുള്ള പോലെ ഓരോ കാര്യങ്ങൾ ഇൻഡയറക്റ്റ് ആയിട്ട് സംസാരിച്ച് വെറുപ്പിച്ചുകൊണ്ടിരിക്കുവാണ്. ബോക്സു എല്ലാം കേട്ടോണ്ടിരിക്കുക എന്നല്ലാതെ ഒന്നിനും റിപ്ലൈ കൊടുക്കുന്നില്ല. അവളുടെ സംസാരം കഴിഞ്ഞു എന്ന് മനസ്സിലാവുന്നതും അവൻ അവളുടെ അടുത്തേക്ക് പോയിട്ട് നീ ഒരു കാലത്തും വിലയില്ലാത്തവളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യത്തിൽ ആ റൂമിൽ നിന്നും പുറത്തേക്ക് വരുന്നു. ഷെൻഷനും ബോക്സുവിന്റെ പുറകെ പോകുന്നുണ്ട്. ഈ ഷൂട്ടിംഗ് കളഞ്ഞ് അവൻ പോവാൻ പാടില്ലല്ലോ. അവനോട് പോയി എവിടെയാ പോണേന്ന് ചോദിക്കുന്നു. ബോക്സു ബാത്റൂമിൽ നിന്ന് റിപ്ലൈ കൊടുക്കുന്നു. ഷെൻഷൻ സോറി, എനിക്ക് ഈ കാര്യം അറിയില്ലായിരുന്നു. ഈ ആക്ട്രസ് ആണ് വരുന്നതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ സൈൻ ചെയ്യാൻ അനുവദിക്കില്ലായിരുന്നു എന്ന് പറയുന്നു. വൈസ് പ്രസിഡന്റ് അല്ലേ ഈ കാര്യം ചെയ്തേ, ഇതിൽ നിന്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല എന്ന് പറഞ്ഞ് ബോക്സ് പോകുന്നതിന്റെ പുറകെ തന്നെ ഷെൻഷനും പോകുന്നത് കണ്ടവൻ നീ എന്നെ ഫോളോ ചെയ്തിട്ട് മെൻസ് ബാത്റൂമിലേക്ക് വരുവാണോ, എന്നാ വാ എന്ന് പറഞ്ഞ് ഷെൻഷനെ പിടിച്ച് വലിക്കുന്നു. അവളെ ഒന്ന് കളിയാക്കുക എന്നുള്ള ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നു. പിന്നീട് അവൻ തന്നെ പോകുന്നു. ഇപ്പോ ആ ആക്ട്രസും ബോക്സും ഷൂട്ടിങ്ങിലാണ്. അവൻ ചെറുതായിട്ട് പോലും ചിരിക്കാത്തത് കണ്ട് ക്യാമറാമാൻ അവനോട് ചിരിക്കാൻ പറയുന്നുണ്ട്. അവൾ അവന്റെ ഷോൾഡറിൽ കൈവച്ച് പോസ് കൊടുക്കുന്ന സമയത്ത് അവൻ മാറി നിൽക്കുവാണ് ചെയ്യുന്നത്. അവൻ ഇതൊന്നും തീരെ ഇഷ്ടാവുന്നില്ല. ഇപ്പൊ കമ്പനിയിലെ സ്റ്റാഫ്സ് എല്ലാവരും ആ ഫോട്ടോസ് നോക്കുവാണ്. വെൻവൻ ഒരുപാട് മാറിപ്പോയി, ഒത്തിരി അവാർഡൊക്കെ ഇപ്പോൾ വാങ്ങിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ വേറൊരു കോവർക്കർ ഈ ഫോറിൻ കൺട്രീസിൽ അവാർഡ് കിട്ടാന്ന് പറയുന്നത് ജോലി കണ്ടുപിടിക്കുന്നതിനേക്കാളും എളുപ്പമുള്ള പരിപാടിയാ, ഇതെന്നെ വേറൊരു ഫ്രണ്ട് പറഞ്ഞതാ എന്ന് പറയുമ്പോൾ ബാക്കി കോവർക്കേഴ്സ് എല്ലാം ചിരിക്കുന്നു. അവക്ക് കിട്ടിയ അവാർഡിനൊന്നും ഒരു മൂല്യവും ഇല്ല. പിന്നെയും ബോക്സുവിനെ ഇറിറ്റേറ്റ് ചെയ്യാന്നുള്ള ഉദ്ദേശത്തോടു കൂടെയാണ് അവൾ വന്നിരിക്കുന്നത്. എന്നാൽ നമ്മുടെ ഷെൻഷൻ ഈ കാര്യം നന്നായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഷെൻഷനെ പൊക്കിയടിച്ചുകൊണ്ടിരിക്കുവാണ്. മാനേജർ സൺ ഈ കാര്യം കേൾക്കുന്നു. നല്ല ദേഷ്യം വന്നിട്ട് എല്ലാവരും ഇത് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, പോയി ജോലി ചെയ്യേ എന്ന് പറയുന്നു. അവരെല്ലാവരും സംസാരം നിർത്തി എന്ന് ഉറപ്പായതും മാനേജർ സൺ നേരെ പോകുന്നത് ഡയറക്ടർ യുവിന്റെ ഓഫീസിലേക്കാണ്. എന്നെ ബോക്സുവിന്റെ മാനേജർ ആക്കുക എന്ന് മാനേജർ സൺ പറയുന്നു. ഈ കാര്യം കേൾക്കുന്നതും ഡയറക്ടർ യുവിന് നന്നായിട്ട് ദേഷ്യം വരുന്നു. ഇതിനു മുന്നേ നീ തന്നെയല്ലേ പറഞ്ഞത് ബോക്സുവിന്റെ മാനേജർ ആയിട്ട് ഇരിക്കാൻ പറ്റില്ലാന്ന്, ഇപ്പൊ അവന് വീണ്ടും ഫെയിം കിട്ടിയപ്പോ അവന്റെ മാനേജർ ആവണമെന്നാണോ നീ പറയുന്നേ എന്ന് ചോദിക്കുന്നു. അത് ഞാൻ അപ്പോ ഒരു ഫ്ലോയിൽ പറഞ്ഞതായിരുന്നു, എനിക്ക് ഒരു ചാൻസ് കൊടുത്താ ഞാൻ പ്രൂവ് ചെയ്ത് കാണിച്ചു തരാം എന്ന് പറഞ്ഞ് മാനേജർ സൺ കൈയും കാലും പിടിക്കുന്നത് കാരണം ഡയറക്ടർ യു ഓക്കെ നമ്മുടെ കമ്പനിയിലെ ന്യൂ ആർട്ടിസ്റ്റിനെ സെലക്ട് ചെയ്തിട്ടുണ്ട്, നീ അവന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യേ എന്ന് പറഞ്ഞ് ലാപ്പിലെ സീറോയിനെ കാണിച്ചു കൊടുക്കുന്നു. മാനേജർ സൺ ന്യൂ ആർട്ടിസ്റ്റിന്റെ മാനേജർ ആയിട്ട് ഇരിക്കാന്നൊക്കെ പറയുന്നത് ഭയങ്കര കഷ്ടമാണ്, എനിക്ക് ബോക്സുവിനെ തന്നെ താ എന്ന് പറയുന്നു. ഡയറക്ടർ യു നിന്നെ ആരാ അതിന് മാനേജർ ആയിട്ട് ഇടാൻ പോകുന്നേ, ഞാനാണ് അവന് മാനേജർ, നീ അവന് അസിസ്റ്റന്റ് ആയിട്ടിരിക്കേ എന്ന് പറയുന്നു. മാനേജർ സൺ ഷോക്കായിട്ട് ന്യൂ കമ്മറായ ഷെൻഷന് വരെ മാനേജർ പോസ്റ്റ് കൊടുത്തിട്ടുണ്ട്, ഞാൻ ഓൾറെഡി മാനേജർ ആയിരുന്നു, ഇനി അസിസ്റ്റന്റ് ആവണമെന്നാണോ പറയുന്നത്, നിങ്ങൾ എന്താ കളിക്കുവാണോ എന്ന് ചോദിക്കുന്നു. ഷെൻഷൻ അവളുടെ അധ്വാനം കൊണ്ടാണ് ആ പോസ്റ്റിലെത്തിയത്, എന്നാൽ നീയോ തന്ന പണി പോലും നീ മര്യാദയ്ക്ക് ചെയ്തില്ല, ഇപ്പോൾ ഉള്ള നിന്റെ അവസ്ഥയ്ക്ക് കാരണം നീ തന്നെയാണ് എന്ന് ഡയറക്ടർ യു പറയുന്നു. ഇവിടെ സീറോ റെക്കോർഡിംഗ് റൂമിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. മിസ്റ്റർ ചാങ് അങ്ങോട്ട് വന്ന് നിനക്ക് കുറച്ചുകൂടെ കഴിഞ്ഞാൽ റെക്കോർഡിംഗ് ഉണ്ട്, സോ നീ ത്രോട്ടിന് കുറച്ച് റെസ്റ്റ് കൊടുക്ക് എന്ന് പറയുന്നു. സീറോ അതിന് ഓക്കെ പറഞ്ഞ് റെക്കോർഡിംഗ് റൂമിൽ നിന്നും പുറത്തേക്ക് വന്ന് ലിറിക്സ് നോക്കിക്കൊണ്ടിരിക്കുവാണ്. ഷെൻഷൻ അങ്ങോട്ട് പോയി സീറോവിനെ മീറ്റ് ചെയ്യുന്നു. ഈ സമയത്ത് പ്രസിഡന്റ് ഡോക്ടറോട് ഫോണിൽ സംസാരിച്ചുകൊണ്ട് വരുവാണ്. എനിക്ക് പെട്ടെന്ന് വന്ന് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല, ഞാൻ കുറച്ച് ബിസിയാണ്, സോ അതുവരെ ഈ കാര്യം ആരും അറിയാതെ നോക്കണം എന്ന് പറഞ്ഞ് പ്രസിഡന്റ് കോള് കട്ട് ചെയ്യുന്നു. ഷെൻഷനും സീറോവും സംസാരിക്കുന്നത് പ്രസിഡന്റ് കേൾക്കുകയും ചെയ്യുന്നു. അവർ രണ്ടുപേരും ഒരേ ടൈമിൽ സംസാരിക്കാൻ തുടങ്ങുന്നു. നീ ഫസ്റ്റ് പറ, ഇല്ലല്ല നീ ഫസ്റ്റ് പറ എന്ന് രണ്ടുപേരും മാറി മാറി പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. ഷെൻഷൻ എനിക്ക് നിന്നെ ഡിന്നറിന് ഇൻവൈറ്റ് ചെയ്യണമെന്നുണ്ട്, ഞാൻ മാനേജർ ആയതിനു ശേഷം നിനക്ക് ട്രീറ്റ് ഒന്നും തന്നില്ലല്ലോ എന്ന് ചോദിക്കുന്നു. സീറോ ഞാനും നിന്നെ ഡിന്നറിന് ക്ഷണിക്കാൻ വേണ്ടിയായിരുന്നു നിന്നത്, എനിക്ക് നിന്നോട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറയുന്നു. സീറോ പറഞ്ഞ രീതിയിൽ തന്നെ പ്രപ്പോസ് ചെയ്യാനാണെന്ന് മനസ്സിലാവുന്നുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ പ്രസിഡന്റ് കേൾക്കുന്നു. ഇപ്പൊ റെക്കോർഡിംഗ് റൂമിൽ സീറോയിന്റെ സോങ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അവിടെയുള്ള എല്ലാവർക്കും ആ സോങ് ഇഷ്ടാവുന്നു. ഷെൻഷനും ആ സോങ് ആസ്വദിച്ച് കേൾക്കുന്നുണ്ട്. ബോക്സും ഡോറിന്റെ ഭാഗത്ത് നിന്ന് ആ സോങ് കേൾക്കുന്നുണ്ട്. ആ സോങ് അത്ര നല്ലതായിരുന്നത് കൊണ്ട് തന്നെ സീറോ പാടി കഴിയുന്നതും എല്ലാവരും ക്ലാപ്പ് ചെയ്യുന്നു. ഷെൻഷൻ നല്ല ഹാപ്പിയാണ്. എല്ലാവരുടെയും കൈയടിയും അതിനേക്കാൾ കൂടുതൽ സീറോ പാടിയപ്പോൾ ഉള്ള ഷെൻഷന്റെ സന്തോഷവും ഒന്ന് നോക്കിക്കൊണ്ട് ബോക്സ് അവിടുന്ന് പോകുന്നു. ഷെൻഷൻ ബോക്സുവിനെ നോക്കുമ്പോൾ അവൻ നിന്നിരുന്ന സ്ഥലത്ത് അവനെ കാണുന്നില്ല. അവൻ തിരിച്ചു വരുന്ന സമയത്ത് ഞാൻ ഈ കമ്പനിയിൽ സൈൻ ചെയ്തു,
നമ്മൾ ഇനിയും ഒരുപാട് കാണേണ്ടി വരും. നീ എന്നെ സപ്പോർട്ട് ചെയ്യാൻ തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്ന് സീറോ പറഞ്ഞതും ഇതൊക്കെ കാണുമ്പോൾ സീറോ ഇവിടെ സൈൻ ചെയ്തതിൽ നീ ഒരുപാട് സ്ട്രെസ്സിലാണെന്ന് തോന്നുന്നുണ്ടല്ലോ. അവൻ നിനക്കൊരു എതിരാളിയായിരിക്കും എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ഷെൻഷൻ ചോദിച്ചതും എല്ലാം ബോക്സുവിന് ഓർമ്മ വരുന്നു. ഇവിടെ പ്രസിഡന്റും സീറോവും സംസാരിക്കുവാണ്. പ്രസിഡന്റ്, നീ എന്റെ കമ്പനിയിൽ പുതുതായി ജോയിൻ ചെയ്തിരിക്കുവാണ്, നിനക്ക് ഐഡൽ ആവാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കുന്നു. സീറോ, എനിക്ക് എന്റെ സോങ് റീച്ച് ആവണം എന്നാണ് ആഗ്രഹം, അതിന് ഐഡൽ ആയാലേ പറ്റൂ എന്നാണെങ്കിൽ എനിക്ക് ഐഡൽ ആവണം എന്ന് ഉത്തരം കൊടുക്കുന്നു. പ്രസിഡന്റ്, ഐഡൽ ആവണമെങ്കിൽ ആദ്യം നീ ആരുമായി റിലേഷൻഷിപ്പിലാവാൻ പാടില്ല എന്ന് പറയുന്നതും സീറോ, എന്റെ പേഴ്സണൽ കാര്യങ്ങളിലാണോ നിങ്ങൾ തലയിടുന്നത് എന്ന് ചോദിക്കുന്നു. അതെ, ഐഡൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ഫാൻസിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. നീ റിലേഷൻഷിപ്പിലാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിന്റെ ഇമേജിനെ വളരെയധികം ബാധിക്കും, നിന്റെ സോങ്സിന് റീച്ചും കിട്ടില്ല. സോ റിലേഷൻഷിപ്പ് അലൗ ചെയ്യാൻ പറ്റില്ല എന്ന് പ്രസിഡന്റ് പറയുന്നു. എന്റെ പേഴ്സണൽ കാര്യത്തിൽ നിങ്ങൾ തലയിടേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് സീറോ ദേഷ്യത്തിൽ അവിടുന്ന് പോകുന്ന സമയത്ത് പ്രസിഡന്റ് അവനോട് നിൽക്കാൻ പറഞ്ഞ് അവൻ സൈൻ ചെയ്ത കോൺട്രാക്ട് വായിക്കാൻ പറയുന്നു. സീറോ അത് വായിക്കുന്ന സമയത്ത് പ്രസിഡന്റ്, നീ കമ്പനി റൂൾസിന് ഓക്കെ പറഞ്ഞിട്ടാണ് ആ കോൺട്രാക്ട് സൈൻ ചെയ്തത്, സോ എല്ലാ റൂളും നീ പാലിച്ചേ പറ്റൂ എന്ന് പറയുന്നു. സീറോ ഇതൊക്കെ കേട്ട് ആകെ സങ്കടത്തിൽ നടന്നു പോകുന്നു. ഇവിടെ ഷെൻഷൻ ബോക്സുവിനെ കാണാൻ വേണ്ടി അവന്റെ അപ്പാർട്ട്മെന്റിലേക്ക് വരുന്നു. പൂൾ സൈഡിൽ ഡള്ളായിട്ട് കിടക്കുവാണ് ബോക്സു. അവളെ കാണുന്നതും ബോക്സു, നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേ, പോയി അവന്റെ പാട്ട് കേൾക്കാൻ നോക്ക് എന്ന് പറയുന്നു. ഷെൻഷൻ, ഞാൻ നിന്നെ കണ്ടിരുന്നു, എങ്ങനെയുണ്ട് അവൻ പാടിയത്, ഒരു കോമ്പറ്റീഷന് സാധ്യതയുണ്ടല്ലേ, അവൻ നിന്റെ അത്ര എക്സലന്റ് അല്ല, എന്നാൽ നിനക്ക് അവനെ തടയാനും പറ്റില്ല, നിനക്ക് പേടിയുണ്ടോ എന്ന് ചോദിക്കുന്നു. നീ അവനെ കുറിച്ച് സംസാരിക്കാനാണ് ഇങ്ങോട്ട് വന്നതെങ്കിൽ നിനക്ക് പോകാം, ഞാനിപ്പോ നല്ല മൂഡിലല്ല എന്ന് ബോക്സ് പറയുന്നു. ഷെൻഷൻ അവിടുന്ന് പോകുന്നു. വീട്ടിൽ നിന്ന് പോകുകയല്ല, ജ്യൂസ് ഉണ്ടാക്കുവാണ്. അവൾ അവന് ജ്യൂസ് കൊടുക്കുന്ന സമയത്ത് ബോക്സു, നീ അപ്പൊ പോയില്ലേ എന്ന് ചോദിക്കുന്നു. നിന്റെ ഡാർക്ക് ഫേസിന് കുറച്ച് വൈറ്റമിൻസ് കുടിക്കുക എന്ന് പറഞ്ഞ് അവള് ജ്യൂസ് കൊടുക്കുന്നു. അവന്റെ സാഡ് മൂഡ് കണ്ട് ഷെൻഷൻ, എഴുന്നേക്ക്, പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്തു വാ, ഞാൻ നിന്നെ ഞെട്ടിക്കുന്ന ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോവാം എന്ന് പറയുന്നു. അവന് ഇൻട്രസ്റ്റ് ഇല്ലാന്ന് പറയുന്നു. നീ വരുന്നുണ്ടോ ഇല്ലയോ എന്ന ഷെൻഷന്റെ ചോദ്യത്തിന് ഞാൻ എന്തായാലും വരണോ എന്ന് ചോദിച്ച് അവളെ നോക്കുന്നതും അവളുടെ മുഖത്തെ എക്സ്പ്രഷൻ കണ്ട് വേറൊന്നും പറയാതെ ബോക്സ് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോകുന്നു. ഇപ്പൊ അവരൊരു സ്ഥലത്തേക്ക് വരുന്നു. ഒരു പഴയ ഗോഡൌൺ പോലെ ഉണ്ട് അവിടെ കാണാനായിട്ട്. ഇതാണോ നീ പറഞ്ഞ സ്ഥലം, നീ ആയതുകൊണ്ട് അത്ഭുതപ്പെടാനൊന്നുമില്ല എന്ന് ബോക്സ് പറയുന്നു. ഇവിടെയാണ് നിന്റെ പ്രശ്നത്തിനുള്ള സൊല്യൂഷൻ ഉള്ളത്, ഫോളോ മീ എന്ന് പറഞ്ഞ് ഷെൻഷൻ പോകുന്നു. അവളുടെ പുറകെ തന്നെ വാദിക്കാൻ നിൽക്കാതെ ബോക്സും പോകുന്നു. ആ ബിൽഡിങ്ങിന്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഒരു ഗുണ്ടാത്താവളത്തിന്റെ ഉള്ളിലേക്ക് കയറുന്നത് പോലെയാണ് തോന്നുന്നത്. ഒരുപാട് നൂലുകൾ തൂങ്ങിക്കിടക്കുന്നുണ്ട്. അവിടെയുള്ളവർ ആ നൂല് വെച്ച് എന്തോ ചെയ്യുന്നുമുണ്ട്. ഈ കാര്യങ്ങളെല്ലാം നോക്കുന്ന സമയത്ത് ഡോറ് താനെ അടയുന്നു. ബോക്സ് പേടിച്ചിട്ട് ഇതെന്ത് സ്ഥലമാണ്, ഞാൻ പോകുവാണ് എന്ന് പറഞ്ഞ് പോകാൻ നിൽക്കുന്നു. ഷെൻഷൻ അവനെ പിടിച്ചു വെച്ച്, വെൽ നിനക്കിപ്പോ ഇവിടുന്ന് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവനെ കൊണ്ടുപോകുന്നു. അവിടെ ഒരു ടേബിൾ ഉണ്ട്. ആ ടേബിളിലായിട്ട് ഒത്തിരി കളർ നൂലുകൾ കൂട്ടിയിട്ടിട്ടുമുണ്ട്. കുറെ തൂങ്ങിക്കിടക്കുന്നുമുണ്ട്. ഇത് കണ്ട് ബോക്സു, എന്തോന്നിത്, നീ വല്ല എട്ടുകാലിയുമാണോ എന്ന് ചോദിക്കുന്നു. ഷെൻഷൻ, ഈ കെട്ടുകൂടി കിടക്കുന്ന നൂലുകളൊക്കെ ശരിയാക്ക് എന്ന് പറയുന്നു. ഇതൊരു കത്രിക ഉണ്ടെങ്കിൽ ചെയ്യാവുന്നതല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് ബോക്സു അത് മുഴുവൻ നോക്കിയിട്ട് ഇത് എങ്ങനെ ചെയ്യും എന്ന് ചോദിക്കുന്നു. ഷെൻഷൻ, ശ്രദ്ധിച്ച് സമാധാനത്തോടെ വേണം ഇത് ചെയ്യാൻ, നൂലിന്റെ അറ്റം കണ്ടുപിടിച്ച് സൂക്ഷിച്ച് ചെയ്തു തീർക്ക് എന്ന് പറയുന്നു. പിന്നീട് ഒരു സ്വപ്നത്തിൽ എന്ന പോലെ ഷെൻഷൻ ബോക്സുവിനോട്, ഈ ലോകത്ത് ഒരു വ്യത്യസ്തമായ സംഘടനയുണ്ട്. കാലിഫോർണിയയിലുള്ള ഒരു ഫാക്ടറിയിലെ ഒരു സ്ത്രീയാണ് അതിന്റെ ഫൗണ്ടർ. ഈ കെട്ടുകൂടി കിടക്കുന്ന നൂലുകളൊക്കെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് അത് സോർട്ട് ചെയ്യലായിരുന്നു അവളുടെ ഹോബി. പിന്നീട് ഇതേ ഇൻട്രസ്റ്റ് ഉള്ള ഒരുപാട് പേരെ അവൾ മീറ്റ് ചെയ്തു. ത്രെഡ് സോർട്ടിംഗ് എന്ന പേരിൽ ഒരു ഗ്രൂപ്പും ഉണ്ടാക്കി. ആക്ച്വലി ഇത് സോർട്ട് ചെയ്യാനായിട്ട് ഒത്തിരി വഴിയുണ്ട്. ഇതിലെ പ്രധാനപ്പെട്ട റൂൾ എന്ന് പറയുന്നത് സീസേഴ്സ് യൂസ് ചെയ്യാൻ പാടില്ല. ഏറ്റവും അധികമായിട്ട് വേണ്ടത് ക്ഷമയും ശ്രദ്ധയുമാണ് എന്നവള് പറയുന്നു. ഈ സ്റ്റോറി തീരുന്നതും ബോക്സു, ഇപ്പൊ ഞാനൊരു സ്വപ്നം കണ്ടു എന്ന് പറയുന്നു. ഷെൻഷൻ ഇത് കേട്ട് ചിരിച്ചിട്ട്, നീ സ്വപ്നം കണ്ടതൊന്നുമല്ല, നീ അത് ചെയ്തു എന്ന് പറയുന്നു. നോക്കുമ്പോ അവൻ എല്ലാ നൂലും സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഷെൻഷൻ ഇപ്പൊ അവനെ കൊണ്ട് വേറൊരു റൂമിലേക്ക് വരുന്നു. ആ റൂമിലും ഇതുപോലെ ഒരുപാട് നൂല് സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഷെൻഷൻ, ഇപ്പൊ നിനക്ക് എന്തൊക്കെയോ അച്ചീവ് ചെയ്ത പോലെ തോന്നില്ലേ? എന്റെ ഓഡിഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ മനസ്സിലാക്കിയ ഒരു സത്യമുണ്ട്. ഈ ലോകത്ത് എന്നേക്കാൾ ടാലന്റഡ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. നല്ല പാടാൻ കഴിവുള്ള, നല്ല ഭംഗിയുള്ള, നല്ല ഫാമിലിയിൽ ജനിച്ച എന്ന് പറഞ്ഞ് അവൾ നോക്കുന്നതും ബോക്സു, നീ എന്നെ നോക്കണ്ട എന്ന് പറയുന്നു. ഷെൻഷൻ, നീ എന്നേക്കാൾ ബെറ്റർ ആണെന്ന് സമ്മതിച്ചേ പറ്റൂ. നിന്റെ എതിരാളികളിൽ നിന്നും നിനക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. ഇവിടെ ഒരുപാട് പേരുണ്ടെന്ന് നീ അറിയണം. നിന്നേക്കാൾ ബെറ്ററും ഹാർഡ് വർക്കിംഗും ആയിട്ടുള്ള ഒത്തിരി പേരുണ്ട്. എക്സാമ്പിൾ ആയിട്ട് സീറോ, അവൻ നിന്നേക്കാൾ ബെറ്റർ ആയിട്ട് പാടുന്നുണ്ട്. അവനെ ആളുകൾ പുകഴ്ത്തി പറയും, പക്ഷേ അവൻ കാരണം ഓടി ഒളിക്കാൻ പറ്റില്ല. അവൻ നന്നായിട്ട് പാടുന്നുണ്ട് എന്ന് പറഞ്ഞ് നിന്റെ പാട്ട് നല്ലതല്ല എന്നല്ല. ഇതൊക്കെ അവള് പറയുന്നത് കേട്ട് ബോക്സ് ഷെൻഷനോട്, നിർത്ത് എന്ന് പറയുന്നു. ഷെൻഷൻ, ഞാൻ പറയുന്നത് നീ കേൾക്ക്. ഇതൊക്കെ എന്റെ അധ്വാനം കൊണ്ട് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങളാണ്. ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നിന്നെ നിർബന്ധിക്കില്ല എന്ന് അവള് പറയുന്നു. ബോക്സു, നീ ഇതെല്ലാം സീരിയസ് ആയിട്ട് പറയുന്നത് കാരണം ഞാൻ നിന്നോടൊരു സീക്രട്ട് പറയാം.
എനിക്കുണ്ടായതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള അസിസ്റ്റന്റ് നീയാണ് എന്ന് പറയുന്നു. ഷെൻഷൻ അതെനിക്കറിയാം, ഇതാണോ സീക്രട്ട് എന്ന് ചോദിക്കുന്നു. രണ്ടുപേരും ചിരിക്കുന്നു. തിരിച്ച് ഡ്രൈവ് ചെയ്യുമ്പോൾ ബോക്സു നിന്റെ കൂടെ ഈ പ്രാന്തൊക്കെ ചെയ്തതിന് ശേഷം എനിക്ക് ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. സോ താങ്ക്സ്. ഇനി നിനക്കെന്താ വേണ്ടതെന്ന് പറ, ഞാൻ ഗിഫ്റ്റ് ആയിട്ട് തരാം എന്ന് പറയുന്നു. അവളുടെ ചിരിക്കണോ വേണ്ടയോ എന്നുള്ള ഫേസ് കണ്ട് ബോക്സു ഇതെന്താ ഫേസ് ഇങ്ങനെ, നിനക്ക് ചിരിക്കണമെങ്കിൽ ചിരിക്കേ എന്ന് പറയുന്നു. ഷെൻഷൻ എനിക്കൊരു സിംഗർ ആവണം എന്ന് പറയുന്നത് കേട്ട് ബോക്സു അവളെ നോക്കി ചിരിക്കുന്നു. ഷെൻഷൻ നിനക്ക് തമാശയാണോ? എനിക്ക് ടാലന്റ് ഇല്ല, സോ ഞാൻ അതുമായിട്ട് പൊരുത്തപ്പെട്ടു. പക്ഷേ ഒരു നല്ല സിംഗറിനെ കൾട്ടിവേറ്റ് ചെയ്യാന്ന് പറയുന്നത് നല്ലതല്ലേ? അത് നിന്നെപ്പോലൊരു സ്റ്റാർ ആവുക എന്ന് പറയുന്നതിൽ നിന്നും ഒരുപാട് ദൂരെയാണ്. പക്ഷേ ഞാനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ ഈ മേക്കിംഗ് പ്രോസസ്സ് നിലനിർത്തിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സക്സസ്ഫുൾ ആവും എന്ന് അവള് പറയുന്നു. ബോക്സുവിനും ആ ഒരു ആൻസർ നന്നായിട്ട് ഇഷ്ടാവുന്നു. അവൻ നീ എന്നിൽ നിന്ന് ഒരുപാട് ദൂരെയാണ് എന്നറിയുന്നത് നല്ലതാണ്. സോ എന്റെ കൂടെ നിന്നിട്ട് എനിക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യേ, മനസ്സിലായോ പ്രാന്തി എന്ന് അവൻ ചോദിക്കുന്നു. ഷെൻഷൻ ഈ പ്രാന്തുള്ളവര് ഒരിക്കലും പരസ്പരം ഫൈറ്റ് ചെയ്യാറില്ല എന്ന് പറയുന്നു. ഇത് കേട്ട് ബോക്സു നിനക്ക് എന്നേക്കാൾ പ്രാന്തുണ്ട് എന്ന് പറഞ്ഞ് ചിരിക്കുന്നു. പിറ്റേന്ന് ഷെൻഷന്റെ ഓഫീസിലേക്ക് യുവാൻ വരുന്നു. വന്നപാടെ ഓഫീസെല്ലാം നോക്കുന്നത് കണ്ടിട്ട് ഷെൻഷൻ എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടോ എന്ന് ചോദിക്കുന്നു. മാനേജർ ഷെൻഷൻ ഞാൻ സീറോവിന്റെ പുതിയ അസിസ്റ്റന്റ് യുവാൻ, ഞാൻ ഇവിടെ ആദ്യമായിട്ടാണ്, നിന്നെ കണ്ടതിൽ ഒരുപാട് സന്തോഷം എന്ന് പറഞ്ഞ് നിന്റെ കമ്പനിയുടെ ഓഫർ എനിക്ക് കിട്ടി എന്ന് അവള് പറയുന്നു. രണ്ടുപേരും ഒരുപാട് സന്തോഷത്തിലാണ്. നിനക്ക് PR ടീമിലുള്ളവരെ പരിചയപ്പെടുത്തി തരാം എന്ന് പറഞ്ഞ് ഷെൻഷൻ അവളെ കൊണ്ടുപോകുന്ന സമയത്ത് യുവാൻ ഇപ്പൊ എങ്ങോട്ടും പോണ്ട, ഞാൻ ഇന്ന് ഡയറക്ടർ നന്നിന്റെ ബാഡ് ടെമ്പർ നന്നായിട്ട് അറിഞ്ഞു എന്ന് അവള് പറയുന്നു. രണ്ടുപേരും ഇതുപോലെ കമ്പനിയുടെ കാര്യം സംസാരിച്ചിരിക്കുന്നു. ഇവിടെ റെക്കോർഡിംഗ് റൂമിൽ സീറോ പാടുവാണ്. പാടി കഴിയുന്നതും ഡയറക്ടർ ഡു എങ്ങനെയുണ്ട്, എനിക്ക് വേണ്ടത് ഈ സ്റ്റൈലാണ്, ഒരുപാട് കാലത്തിന് ശേഷം ഇപ്പോഴാണ് ഞാനിത് കേൾക്കുന്നത് എന്ന് ഹാപ്പി ആയിട്ട് പ്രസിഡന്റിനോട് പറയുന്നു. മിസ്റ്റർ ചാങ്ങിനോടും പ്രസിഡന്റ് അഭിപ്രായം ചോദിക്കുന്നു. ഇത് സ്പെഷ്യലാണ്, തിരിച്ചറിയാനും പറ്റുന്നുണ്ട് എന്ന് മിസ്റ്റർ ചാങ് പറയുന്നു. പ്രസിഡന്റ് എനിക്ക് നിങ്ങളെ രണ്ടുപേരെയും നിരുത്സാഹപ്പെടുത്തണമെന്നില്ല, പക്ഷേ എനിക്ക് വേണ്ടത് കൊമേഴ്ഷ്യലൈസേഷൻ ആണ്. എനിക്ക് വേണ്ടത് പോപ്പുലർ ആവണം, എല്ലാവരും കേൾക്കണം, റേറ്റിംഗിൽ മുൻപന്തിയിൽ നിൽക്കണം. ഈ കാര്യമാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇത് മനസ്സിലാവാത്തത് എന്ന് ചോദിക്കുന്നു. ഡയറക്ടർ ഡു ഇത് നല്ല സോങ് ആണ്, എല്ലാവർക്കും ഇഷ്ടാവും. പിന്നെ നിനക്ക് വേണ്ട സ്ക്വയർ ഡാൻസിങ് സ്റ്റൈല് എന്നോട് പറയരുത് എന്ന് പറയുന്നു. രണ്ടുപേരും ആർഗ്യൂ ചെയ്യുന്നു. മിസ്റ്റർ ചാങ്ങും എനിക്കും ആദ്യം കേട്ടപ്പോൾ കുറച്ച് പ്രശ്നങ്ങളൊക്കെ തോന്നിയിരുന്നു. ഞാൻ അവനോട് പറഞ്ഞു കുറച്ചൊക്കെ ശരിയാക്കിയിട്ടുണ്ട്. പിന്നെ സീറോ നമ്മുടെ പുതിയ ടാലന്റ് ആണ്, സോ അത് സക്സസ് ആയ പുതിയൊരു സ്റ്റൈല് കിട്ടും, എല്ലാവർക്കും അത് ഇഷ്ടാവുകയും ചെയ്യും. ഈ കാര്യത്തിൽ ഞാൻ ഡയറക്ടർ ഡൂവിന്റെ കൂടെയാണ് എന്ന് പറയുന്നു. ബട്ട് പ്രസിഡന്റ് എനിക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല, ബോക്സു കാരണം തന്നെ കമ്പനി ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, എനിക്ക് നിങ്ങളെ ആരെയും നിരുത്സാഹപ്പെടുത്തണമെന്നില്ല എന്ന് പറഞ്ഞ് സീറോവിനോട് എല്ലാം നിന്റെ കയ്യിലാണ് എന്ന് പറയുന്നു. ഇപ്പൊ സീറോവും ഷെൻഷനും ഡിന്നർ കഴിക്കാനിരിക്കുവാണ്. സീറോ നിനക്ക് ഈ പ്ലേസ് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുന്നു. ആ ഓർമ്മയുണ്ട്, ഇവിടെ വെച്ചല്ലോ ഒരു പ്രപ്പോസിംഗ് സീൻ നമ്മൾ കണ്ടത്, ഐസ്ക്രീമിൽ റിംഗ് ഒളിപ്പിച്ച് വെച്ചിട്ട് എന്ന് ഷെൻഷൻ പറയുന്നു. വെയിട്രസ് ഓർഡർ എടുക്കാൻ വരുന്ന സമയത്ത് സീറോ ഐസ്ക്രീം മതി എന്ന് പറയുന്നു. സോ വെയിട്രസ് പോകുന്നു. ഷെൻഷൻ ഒരുപാട് പ്രതീക്ഷയിലാണ്. സീറോ എനിക്ക് നിന്നെ ഇഷ്ടമാണ്, മുന്നേ തന്നെ ഞാൻ നിന്റെ മനസ്സ് മനസ്സിലാക്കിയതുമാണ്, പക്ഷേ ഒന്നും അറിയാത്തതുപോലെ കാണിക്കുകയായിരുന്നു. നീ എന്റെ എല്ലാ മോശ സമയത്തും എന്നെ എൻകറേജ് ചെയ്തിട്ടുണ്ട്, എനിക്കതെല്ലാം നന്നായിട്ട് അറിയാം. എന്നാ എന്റെ ഇഷ്ടം എനിക്ക് നിന്നോട് പറയാൻ പറ്റില്ല എന്ന് പറയുന്നു. ഇത്ര നേരം തല താഴ്ത്തിയിരുന്ന ഷെൻഷൻ ഇപ്പൊ അവന് നോക്കുന്നു. സീറോ എന്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് പറയുന്നു. അതിനെന്താ, അതൊരു വിഷയമേ അല്ല എന്ന് ഷെൻഷൻ പറയുമ്പോ എന്നാ അത് എനിക്കൊരു വിഷയമാണ്, ഞാൻ സ്നേഹിക്കുന്ന പെണ്ണിന് ബെറ്റർ ലൈഫ് വേണം എനിക്ക് കൊടുക്കാൻ. ഷെൻഷാ നിനക്ക് തന്നെ അറിയാലോ ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാ ഇവിടെ വരെ എത്തിയതെന്ന് എന്ന് ചോദിക്കുമ്പോൾ ഷെൻഷൻ യെസ് പറയുന്നു. സ്റ്റാർ എന്റർടൈൻമെന്റിൽ ഞാൻ എത്തി എന്നുള്ളത് ശരിയാണ്, പക്ഷെ എന്നാലും ഇപ്പോഴും ഞാനൊരു ന്യൂ ടാലന്റ് ആണ്, ഇനിയും ഒരുപാട് എഫേർട്സ് എടുക്കേണ്ടി വരും, എന്നെ നിനക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. ഷെൻഷൻ നിനക്ക് ഇപ്പൊ ഒരു നല്ല തുടക്കമാണ് കിട്ടിയിരിക്കുന്നത്, ഇനിയും നമ്മൾ പരിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് നേടിയെടുക്കാൻ പറ്റും എന്ന് പറഞ്ഞ് അവനെ മോട്ടിവേറ്റ് ചെയ്യുന്നു. സീറോ എന്റെ മ്യൂസിക് സ്റ്റൈലിന്റെ കാര്യം പറഞ്ഞ് പ്രസിഡന്റും ഡയറക്ടർ ഡൂവും മിസ്റ്റർ ചാങ്ങും തമ്മിൽ ഇന്ന് ആർഗ്യുമെന്റ് നടന്നിട്ടുണ്ടായിരുന്നു. ഡയറക്ടർ ഡൂ പറഞ്ഞതുപോലെ തന്നെ എന്റെ ഫേവറേറ്റ് സോങ്സും എന്റെ വർക്ക്സും പാടാനാണ് എനിക്കിഷ്ടം, പക്ഷേ അതിന് പ്രസിഡന്റ് സമ്മതിക്കുന്നില്ല എന്ന് പറയുന്നു. ഇത് കേട്ടതും ഷെൻഷൻ നീ അവര് പറയുന്നതൊന്നും കാര്യമാക്കണ്ട, നിന്റെ ഹാർട്ട് എന്താണോ പറയുന്നത് അതിനെ ഫോളോ ചെയ്യ്, നിന്റെ മ്യൂസിക്കിൽ എനിക്ക് വിശ്വാസമുണ്ട്, നിനക്കത് പറ്റും എന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷയും എന്നവള് പറയുന്നു. വെയിട്രസ് ഐസ്ക്രീം കൊണ്ട് വരുന്നു. സീറോ ഷെൻഷന് കൊടുക്കാൻ പറയുന്നു. നീ പ്യുവറാണ്, നല്ല കുട്ടിയാണ്, പ്രണയത്തിന് വേണ്ടിയിട്ട് ജോലിയോ പണവോ എന്ത് വേണമെങ്കിലും നീ വിട്ടുകൊടുക്കും. ആക്ച്വലി നിനക്ക് വേണ്ടിയിട്ട് എന്റെ ഹൃദയത്തിൽ ഒരു പ്രത്യേക സ്ഥാനം തന്നെയുണ്ട്, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, ഒത്തിരി ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് പറ്റില്ല, ഞാൻ സ്റ്റാർ എന്റർടൈൻമെന്റിൽ ഒരു സ്റ്റാറാണ്, എനിക്ക് റിലേഷനിലാവാൻ പറ്റില്ല, റൂമേഴ്സ് വരാൻ പാടില്ല, എനിക്ക് ഗേൾ ഫ്രണ്ട്സ് ഉണ്ടാവാൻ പാടില്ല, പിന്നെ എന്റെ സോങ്സ് ഈ ലോകം മുഴുവൻ കേൾക്കണം, സോ അതിനുവേണ്ടി എനിക്ക് എന്തും ഉപേക്ഷിക്കാൻ പറ്റും, നിന്നെ അടക്കം എന്നവൻ പറയുന്നു. ഇത് കേൾക്കുന്നതും ഷെൻഷന് ഒരുപാട് വിഷമാവുന്നു. അവള്
നീ പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, പക്ഷേ എനിക്കറിയുന്ന സീറു ഒരിക്കലും ഇങ്ങനെ പറയില്ല എന്ന് പറയുന്നതോടുകൂടെ ഈ എപ്പിസോഡ് ഇവിടെ തീരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.